ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഒരൊറ്റയാളാണ്, ഒരു മലയാളിയാണ് കേരളത്തിൽ നിന്ന് ഈ അപകടത്തിൽ ജീവൻ വെടിഞ്ഞത്. പത്തനംതിട്ട സ്വദേശിയായ രഞ്ജിത ഗോപകുമാർ. രഞ്ജിതയുടെ വീട്ടിൽ ശ്രീരാജ് പോയിരുന്നു. ശ്രീരാജ്, എന്താണ് സാഹചര്യം, എന്താണ് സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്? ഇവിടെ വന്ന് മടങ്ങിയതായിരുന്നു തിരിച്ച് UK യിലേക്ക്. ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? ഹർഷൻ സനീഷ്, അങ്ങനെ തന്നെയാണ്. രാജ്യത്തെ നടുക്കിയ അല്ലെങ്കിൽ ലോകത്തെ നടുക്കിയ ഒരു വിമാന ദുരന്തം. ഒരു യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതൊഴികെ മറ്റ് മുഴുവൻ യാത്രക്കാരും മരണപ്പെട്ടു എന്ന് കരുതുന്നു. അതിൽ ഒരാൾ മലയാളിയാണെന്ന വിവരം പിന്നിട്ടതോടുകൂടിയാണ് നമ്മൾ അറിയുന്നത്. തുടർന്ന് അത് പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയാണ് എന്നറിയുന്നു. പിന്നിട്ടതോടുകൂടി തന്നെ, ഇത്തരത്തിലുള്ള വാർത്തകൾ പിന്നിട്ടതോടുകൂടി തന്നെ ജില്ലാ ഭരണകൂടം ഈ കുടുംബത്തെയും നമ്മളെയും അതുപോലെ തന്നെ ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചു എന്ന വിവരം ലഭിച്ചതായുള്ള വിവരവും നമുക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തായാലും രഞ്ജിത പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടതിൽ ഒരു മലയാളിയായിട്ടുണ്ടായിരുന്നത്. എന്തായാലും കഴിഞ്ഞ 4 ദിവസത്തിന് മുൻപ് മാത്രമാണ് രഞ്ജിത ഇവിടേക്ക് എത്തിയത്. രഞ്ജിത ഇവിടെ സർക്കാർ ആശുപത്രിയിൽ, കോഴഞ്ചേരി സർക്കാർ ആശുപത്രിയിലെ നേഴ്സായി ജോലി ലഭിച്ചിരുന്നു. എന്നാൽ രഞ്ജിത അതിനു മുൻപ് തന്നെ വിദേശത്തേക്ക് പോയി, വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലടക്കം നേഴ്സായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. അതിനിടയിലായിരുന്നു ഇത്തരത്തിൽ കോഴഞ്ചേരി ആശുപത്രിയിലേക്ക് നിയമനം ലഭിക്കുന്നത്. പിന്നീട് നാട്ടിൽ വരികയും കുറച്ചുനാൾ കോഴഞ്ചേരി ആശുപത്രിയിൽ ജോലി ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഒരു നീണ്ട അവധി എടുത്തുകൊണ്ടാണ് വീണ്ടും വിദേശത്തേക്ക് പോയത്. 5 വർഷത്തെ നീണ്ട അവധിക്ക് ശേഷം അവധി പൂർത്തിയായാണ് ഇപ്പോൾ വീണ്ടും നാട്ടിലേക്ക് വന്നത്. എന്നാൽ ഇത്തരത്തിൽ കുറച്ചുകൂടി അവധി നീട്ടി നൽകാനുള്ള അപേക്ഷ അടക്കം നൽകേണ്ട ആവശ്യവും ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇന്നലെയാണ് വീട്ടിൽ നിന്നും തിരികെ വിദേശത്തേക്ക് രഞ്ജിത പോകുന്നത്. ആദ്യം ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് തുടർന്ന് ഇത്തരത്തിൽ അഹമ്മദാബാദിലേക്കും പോവുകയായിരുന്നു. അഹമ്മദാബാദിൽ നിന്നും പോയ വിമാനത്തിലാണ് ഇത്തരത്തിൽ അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത ഒടുക്കം കുടുംബം അറിയുന്നത്. എന്തായാലും ഈ 28-ാം തീയതി രഞ്ജിത പണി കഴിയിപ്പിക്കുന്ന വീടിൻ്റെ പ്രവേശന കർമ്മമടക്കം തീരുമാനിച്ച ശേഷമായിരുന്നു ഇത്തരത്തിൽ രഞ്ജിത വിദേശത്തേക്ക് മടങ്ങിയത്. അതുപോലെ തന്നെ വിദേശത്തെ ജോലി അവസാനിപ്പിച്ചുകൊണ്ട്, പ്രവാസ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങുകയും പുതുതായി പണി കഴിപ്പിച്ച വീട്ടിൽ ഇനി തുടർന്ന് താമസിക്കാമെന്ന ആഗ്രഹത്തിൻ്റെ എല്ലാം പുറത്തു തന്നെയായിരുന്നു വീണ്ടും രഞ്ജിത പോയത്. വീട്ടിലുള്ളത് രഞ്ജിതയുടെ അമ്മയും അതുപോലെ തന്നെ 2 ചെറിയ കുട്ടികളുമാണ്. ഒരാൾ 10ാം ക്ലാസ്സിലും ഇളയ പെൺകുട്ടി 7ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഇവർ രണ്ടുപേരും അതുപോലെ തന്നെ ഈ രഞ്ജിതയുടെ അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇവരോടെല്ലാവരോടും തന്നെ തിരികെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വളരെ വേഗം തിരികെ എത്തുമെന്ന ഉറപ്പ് നൽകിയായിരുന്നു രഞ്ജിത അങ്ങോട്ടേക്ക്, വിദേശത്തേക്ക് വീണ്ടും ഒരു അവസാനവട്ടമെന്ന് പറയാം അങ്ങനെ പോയത്. പക്ഷേ ആ യാത്രയാണ് ഏറ്റവും ഒടുവിൽ ഈ നാടിനെയും ഈ വീടിനെയും ഈ പ്രദേശം ആകെ നാട്ടുകാരെ അടക്കം വലിയ ദുഃഖത്തിലാഴ്ത്തിയ ആ മരണ വാർത്തയായി ഏറ്റവും ഒടുവിൽ അവസാനിക്കുന്നത്. എന്തായാലും നിലവിൽ വീട്ടിൽ നാട്ടുകാരും പ്രദേശവാസികളും ജനപ്രതിനിധികളും അടക്കം നിരവധി ആളുകളുണ്ട്. സംസ്ഥാന മന്ത്രിമാരടക്കം ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അല്പസമയത്തിനകം വീട് സന്ദർശിക്കുമെന്ന അറിയിപ്പുകളാണ് ലഭിക്കുന്നത്. എന്തായാലും നിലവിൽ നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് അപകട വിവരം അറിഞ്ഞ്, മരണ വാർത്ത അറിഞ്ഞ് എത്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ രഞ്ജിത ഏറെക്കാലമായി വിദേശത്തായിരുന്നു. അമ്മയും കുട്ടികളും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകർക്കെല്ലാം തന്നെ ഏറെ കരുതലുണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു. അധ്യാപകർക്കെന്ന് മാത്രമല്ല, അധ്യാപകർക്കും ഈ അടുത്ത വീടുകളിലുമൊക്കെ ഏറെ കരുതലുണ്ടായിരുന്ന, കുട്ടികളോടടക്കം വലിയ കരുതലുണ്ടായിരുന്ന ഒരു കുടുംബമാണ് എന്ന് നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അത് വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ വേഗം തന്നെ ഇത്തരത്തിൽ ഒരു ചെറിയ അപകടമെന്ന വാർത്ത കേട്ട ഉടൻ തന്നെ ഈ അധ്യാപകരടക്കം ആദ്യഘട്ടത്തിൽ തന്നെ ഈ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യം. അവരോടെല്ലാവരോടും സംസാരിക്കുമ്പോൾ തന്നെ ഈ അമ്മയെപ്പറ്റി, ഈ രഞ്ജിതയെപ്പറ്റി അടക്കം കാര്യമായി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു 5 വർഷം മുൻപാണ് ഇത്തരത്തിൽ രഞ്ജിത വിദേശത്തെന്ന് പറയുമ്പോൾ ആദ്യം ഗൾഫിലായിരുന്നു നഴ്സായി ജോലി ചെയ്തിരുന്നത്. പിന്നീട് അവിടെ പല കാരണങ്ങളാൽ അവിടെ നിന്നും UK യിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിൽ തന്നെ സർക്കാർ ആശുപത്രിയിൽ നഴ്സായി ജോലിയിൽ നിയമനം ലഭിക്കുന്നു. ആ നിയമനം ലഭിക്കുന്നതിന്
തൊട്ടു പിന്നാലെ തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തിയ രഞ്ജിത കുറച്ചു കാലം ഇവിടെ ജോലി ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഒരു നീണ്ട അവധി എടുത്തുകൊണ്ട് വിദേശത്തേക്ക് പോയത്. ആ അവധി പൂർത്തിയായി കുറച്ചുകൂടി അവധി നീട്ടി നൽകേണ്ട അപേക്ഷയടക്കം നൽകി പ്രവാസ ജീവിതം അവസാനിപ്പിക്കാമെന്ന അല്ലെങ്കിൽ പ്രവാസ ജീവിതം പൂർത്തിയാക്കി തിരികെ നാട്ടിൽ എത്തി പുതിയ വീട്ടിൽ പണി കഴിയിപ്പിച്ച പുതിയ വീട്ടിൽ താമസിച്ചുകൊണ്ട് പുതിയ ജീവിതം ആരംഭിക്കാമെന്ന ചിന്തയിലായിരുന്നു രഞ്ജിത ഈ വീട്ടിൽ നിന്നും പോയത്. പക്ഷേ ആ സ്വപ്നങ്ങളെയും ആ ആഗ്രഹങ്ങളെയും എല്ലാം ഒരു അപകടത്തിൻ്റെ രൂപത്തിൽ അതെല്ലാം ഇല്ലാതായി എന്ന് വേണം പറയാൻ. അതേ ദുഃഖം തന്നെയാണ് ഈ വീട്ടിലും ഈ പ്രദേശത്തും ഈ നാട്ടുകാർക്കടക്കം എല്ലാവർക്കും തന്നെ ഉള്ളത്. എന്തായാലും നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാർത്ത അറിഞ്ഞുകൊണ്ടും അപകട വാർത്ത അറിഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ രഞ്ജിതയുടെ മരണം അറിഞ്ഞുകൊണ്ടും നിരവധി ആളുകൾ ഇപ്പോഴും ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ രാത്രി തന്നെ ഈ വീട്ടിലേക്ക് ശരി ശ്രീരാജ്, കൂടുതൽ വിവരങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാം.